വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ബോൺസ് ഓഫ് ലൈഫിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ 7 ഏജസ് ഓഫ് മാൻ നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് അപ്രീഷിയേറ്റിൻ്റെ എ നോക്കാം. നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നമ്മുടെ കവിത ഒന്നും കൂടി വായിച്ചിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുറേ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് ഏജിലാണ്, ഏത് സ്റ്റേജാണ് എന്ന് സൂചിപ്പിക്കുന്നു. ചെറിയൊരു കുഞ്ഞു മുതൽ പ്രായമായ മനുഷ്യൻ്റെ ഫോട്ടോസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഏത് ഏജാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. രണ്ടാമത്തത് ഡിസ്ക്രിപ്ഷൻ. ആ ഒരു ഏജിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വിവരിക്കുന്നത് എന്ന് ഷോർട്ടാക്കി എഴുതാം. അതിലൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് സ്റ്റേജിൻ്റെ 7th സ്റ്റേജിൻ്റെ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഡിസ്ക്രിപ്ഷനും നമ്മൾ എഴുതണം. രണ്ടാമത്താണ് കീ ഇമേജറി. ആ ഒരു സ്റ്റേജിനെ പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. മൂന്നാമത്തെ സ്റ്റേജിൻ്റെ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ലാസ്റ്റത്തേതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ സ്റ്റേജിനെയും പ്രത്യേകതകൾ. ആദ്യത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് എഴുതാമേ. ആദ്യത്തെ സ്റ്റേജ് ഇൻഫാൻ്റ് ആണല്ലേ, അഥവാ ബേബി. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എ ടൈനി ബേബി ഹു ക്രൈസ് ആൻഡ് വോമിറ്റ്സ് ഇൻ ദി നഴ്സസ് ആംസ്. നഴ്സിൻ്റെ കയ്യിൽ വോമിറ്റ് ചെയ്യുകയും പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ബേബിയാണ്. അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിനെ വിവരിക്കുന്നത്. കീ ഇമേജറി എന്താ മെയിൻ ആയിട്ട് വരുന്നത്? മ്യൂലിംഗ് ആൻഡ് പ്യൂക്കിംഗ് അല്ലേ, കരച്ചിലും നമ്മൾ പറഞ്ഞു പാല് തുപ്പുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ, പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇന്നസെൻ്റ് ആണ് അല്ലേ, നിഷ്കളങ്കനാണ്. വൾണറബിൾ എന്ന് വെച്ചാൽ എന്താ, വളരെ വീക്കാണ്, ശക്തിയൊന്നുമില്ല. നീഡി, എപ്പോഴും ആവശ്യങ്ങളുണ്ട്, നമ്മൾ കുഞ്ഞായിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ. രണ്ടാമത്തെ സ്റ്റേജ് സ്കൂൾ ബോയ് ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കാം നമുക്ക്? എ യങ് ബോയ് ഗോയിങ് സാഡ്ലി ടു സ്കൂൾ വിത്ത് എ ബാഗ്. ചെറിയൊരു കുട്ടിയാണ്, സ്കൂളിലേക്ക് വളരെ സങ്കടത്തിൽ ബാഗൊക്കെ ആയിട്ട് പോകുന്നു. കീ ഇമേജറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ ടു സ്കൂൾ അല്ലേ, ഒരു ഒച്ച ഇഴയുന്നത് പോലെ സ്കൂളിലേക്ക് ഇഴയുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പ്രത്യേകത എന്താണ്? അൺവില്ലിംഗ് ആണ് അല്ലേ, താല്പര്യക്കുറവാണ്. സ്ലോ, പതിയെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ലേസി, കുറച്ച് മടിയുള്ള ഒരു കാലഘട്ടമാണ്. അടുത്താണ് ലവർ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? എ യങ് മാൻ ഹു ഫോൾസ് ഇൻ ലവ് ആൻഡ് സിങ്സ് സാഡ് സോങ്സ്. സ്നേഹിക്കുന്ന വിരഹഗാനങ്ങളൊക്കെ പാടുന്ന ഒരു ടൈമാണ്. കീ ഇമേജറി എന്താ? സൈങ് ലൈക്ക് എ ഫർണസ്, ഒരു അടുപ്പ് ഉരുകുന്ന പോലെ അല്ലേ, നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. വിത്ത് എ വോഫുൾ ബല്ലാഡ്, വിരഹഗാനമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന. പ്രത്യേകതകളോ? റൊമാൻറ്റിക് ആണ്, ഇമോഷണൽ ആണ്, ഡ്രീമിങ്, സ്വപ്നമൊക്കെ കാണുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് വരുന്നത് സോൾജിയർ ആണ്. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? എ ബ്രേവ്, ധൈര്യശാലിയാണ്. ആൻഡ് ഹോട്ട് ടെമ്പേർഡ് മാൻ റെഡി ടു ഫൈറ്റ് ഫോർ ഫെയിം അല്ലേ, പ്രശസ്തിക്ക് വേണ്ടി ഏതടിയും ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന സമയം. ഇമേജറിയോ? സീക്കിംഗ് റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദി മൗത്ത് ഓഫ് ക്യാനൺ. പീരങ്കിയുടെ മുന്നിൽ പോലും പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാവുന്ന സമയമാണ്. പ്രത്യേകതകളോ? ബോൾഡാണ്, ധൈര്യശാലിയാണ്. പ്രൗഡ് അല്ലേ, നല്ല അഭിമാനിയാണ്. ക്വിക്ക് ടു ക്വാറൽ, പെട്ടെന്ന് പ്രശ്നത്തിലേക്ക് വീഴും, അടിയുണ്ടാക്കും. പിന്നെയാണ് ജഡ്ജിനെ എങ്ങനെയാണ് വിവരിച്ചത്? എ വൈസ് മാൻ ഫുൾ ഓഫ് അഡ്വൈസ് ആൻഡ് സീരിയസ് ടോക്സ്. എല്ലാവരും ഉപദേശിക്കുന്ന, വളരെ സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ. കീ ഇമേജറിയോ? ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. ബുദ്ധിപരമായ പഴഞ്ചൊല്ലുകളൊക്കെ പറയും. കൂടാതെയോ പുതിയ കാലഘട്ടത്തിലെ ഓരോ എക്സാമ്പിൾസും തരും. പ്രത്യേകത വൈസാണ് അല്ലേ, ശരിയും തെറ്റൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. എക്സ്പീരിയൻസ്ഡ് ആണ്, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സീരിയസ് ആണ്, കുട്ടികളിയൊക്കെ മാറിയൊരു പ്രായം. ഓൾഡ് മാനോ? എ തിൻ ഓൾഡ് മാൻ വിയറിംഗ് സ്പെക്ടക്കിൾസ് ആൻഡ് ലൂസ് ക്ലോത്ത്സ്. കണ്ണട വെച്ച ലൂസായ വസ്ത്രം ധരിക്കുന്ന വിവരണമാണുള്ളത്. കീ ഇമേജറി എന്ന് പറയുന്നത് ഹിസ് യൂത്ത്ഫുൾ ഹോസ് എന്ന് പറയുന്നത് പാൻസിന്റെ ഓൾഡ് ഇംഗ്ലീഷ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു പാൻറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെൽ സേവ്ഡ്, അതിപ്പോഴും നല്ല രീതിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഷ്രങ്ക്, ചുരുങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ, നമ്മുടെ ആള് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് പാൻറ് നല്ല ലൂസാണ്. ഇപ്പോൾ ഈ ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രമാണ് അല്ലേ. അപ്പോൾ ഇമേജറി എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. അത്തരത്തിലുള്ള വാക്കുകളാണ് അല്ലേ ഇമേജറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷ്രങ്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ആ ചുരുങ്ങിയ ആ ഒരു ഫീൽ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അത്തരം വാക്കുകളെയാണ് നമ്മൾ ഈ കീ ഇമേജറി, ഇമ്പോർട്ടൻ്റ് ആയ ഇമേജറികൾ ഏതൊക്കെയാണെന്നാണ് ആ ഒരു ബോക്സിൽ ഫില്ല് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വാക്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ എന്താ? വീക്കാണ് അല്ലേ, ക്ഷീണിതനാണ്. തിൻ, മെലിഞ്ഞിട്ടാണുള്ളത്. ഫോർഗെറ്റ്ഫുൾ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഫൈനലി എക്സ്ട്രീം ഓൾഡ് ഏജിലെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ? വീണ്ടും ഒരു ബേബിയായി മാറിയിരിക്കുകയാണ്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച്ഫുൾ ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി
അല്ലേ? ഈ ഒരു ലൈഫിൻ്റെ അവസാനത്തെ സ്റ്റേജാണ്. പ്രത്യേകത എന്താ? ഹെൽപ്ലെസ് ഡിപ്പെൻഡൻറ്റ്. ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ? നമ്മൾ എവിടെ തുടങ്ങി? ബേബിയിലാണ് നമ്മൾ തുടങ്ങിയത്. ബേബിയും ഹെൽപ്ലെസ്സും ഡിപ്പെൻഡൻറ്റും ആയിരുന്നു. അവിടെ തന്നെ അവസാനം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ ഈ ബോക്സുകൾ മുഴുവൻ ഈ ആൻസേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുന്നതോടെ നമ്മുടെ ആ ഒരു പാർട്ട് കഴിഞ്ഞു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ബി, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, നമ്മളത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ഡിസ്കസ് ദ പോയിന്റ്സ് ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദ സെൻട്രൽ തീം ഓഫ് ദ എക്സ്ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗൈഡ് ലൈൻസ് ഗിവൺ ബിലോ. ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അല്ലെ? ഒരുപാട് പോയിന്റ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി ചുരുക്കിയിട്ട് ഇതിൻ്റെ മെയിൻ ഐഡിയാസ്, അല്ലെ, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഫില്ല് ചെയ്തിട്ട് സിമ്പിളായി ഒന്ന് എഴുതാം. ദ 7 Ages of Man റിട്ടൺ ബൈ, ആരെ എഴുതിയ നമുക്കറിയാം. ആ ഒരു ബ്ലാങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ബൈ വില്യം ഷേക്സ്പിയർ ഇസ് ടേക്കൺ ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. ഇത് വില്യം ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ പ്ലേയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. ഇൻ ദിസ് എക്സ്ട്രാക്ട്, ഈ ഒരു എക്സ്ട്രാക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ, ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്, ലോകത്തെ ഒരു സ്റ്റേജിനോട് ഉപമിക്കുകയാണ്. ദ എക്സ്ട്രാക്ട് ഔട്ട്ലൈൻസ്, എത്ര സ്റ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്? 7 stages ഓഫ് എ മാൻസ് ലൈഫ്, മനുഷ്യന്റെ ജീവിതത്തിലാണ്, അല്ലേ? ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് മാൻ ഈസ് എ ബേബി ഹു ക്രൈസ് ആൻഡ് നീഡ്സ് കെയർ. ആദ്യത്തെ സ്റ്റേജിൽ മനുഷ്യനൊരു ബേബിയാണ്, കെയറിന്റെ ആവശ്യമുണ്ട്. ദെൻ ഹി ബിക്കംസ് എ സ്കൂൾ ബോയ് ഹു ഈസ് സ്ലോ ആൻഡ് അൺവില്ലിംഗ് ടു ഗോ ടു സ്കൂൾ. പിന്നീട് അവനൊരു സ്കൂൾ ബോയ് ആയി മാറുന്നു, സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടി. ആഫ്റ്റർ ചൈൽഡ്ഹുഡ് ഹി ബിക്കംസ് എ യങ് ലവർ ഫുൾ ഓഫ് ഫീലിങ്സ് ആൻഡ് ഡ്രീംസ്. ചൈൽഡ്ഹുഡിന് ശേഷം അവനൊരു ലവറായിട്ട് മാറുകയാണ്, ഫീലിങ്സും സ്വപ്നങ്ങളും ഒക്കെയുള്ള. ദെൻ ഹി ബിക്കംസ് എ ബ്രേവ് സോൾജർ. പിന്നീട് ധൈര്യവാനായ ഒരു സോൾജിയർ ആവുന്നു. ഹു ഈസ് പ്രൗഡ് ആൻഡ് റെഡി ടു ഫൈറ്റ് ഫോർ ഫെയിം. പ്രശസ്തിക്ക് വേണ്ടി ഏത് സമയവും അടിയുണ്ടാക്കാൻ റെഡിയായ ഒരാളായി മാറി. ലേറ്റർ ഹി ടേൺസ് ഇൻ ടു എ വൈസ് ജഡ്ജ് ഹു ഗീവ്സ് അഡ്വൈസ്. പിന്നീടോ നന്മ തിന്മയൊക്കെ തിരിച്ചറിയുന്ന ഒരു ജഡ്ജായി മാറുന്നു, മറ്റുള്ളവർക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്ന. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഹി ബിക്കംസ് വീക്ക് ആൻഡ് ഓൾഡ്. ക്ഷീണിതനാവുന്നു, പ്രായമുള്ള ആളായി മാറുന്നു. ഫൈനലി, അവസാനം ഹി ബിക്കംസ് ലൈക്ക് എ ബേബി അഗെയിൻ. വീണ്ടും ഒരു ബേബിയായി മാറുന്നു. ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്. എല്ലാ കാര്യത്തിനും മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. ആക്ടിവിറ്റി 1, റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ എക്സ്ട്രാക്ട്. ഇപ്പം നമ്മൾ പഠിച്ച ആ ഒരു കവിതയിൽ നിന്നും ഒരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ the whining schoolboy with his satchel and shining morning face, creeping like snail, unwilling to go school. നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണല്ലേ. ആ കുട്ടി ബാഗൊക്കെ തൂക്കി ഒട്ടും ആഗ്രഹമില്ലാതെ ഒരു ഒച്ച ഇഴയുന്ന പോലെ സ്കൂളിലേക്ക് പോകുന്ന രംഗം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ ദ റൈറ്റർ കമ്പയർസ് ദ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ ടു എ സ്നെയിൽസ് സ്ലോ പേസ്. ഇവിടെ റൈറ്റർ സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയുടെ നടത്തത്തിനെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? വളരെ പതിയെ മൂവ് ചെയ്യുന്ന ഒരു സ്നെയിലിനോട്, അല്ലേ? ഒരു ഒച്ചിനോട്. ദ റൈറ്റർ യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. ഇവിടെ ഏത് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് താരതമ്യം ചെയ്യുന്നത്? ലൈക്ക് എ സ്നെയിൽ, ഒച്ചിനെ പോലെ. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഡു യു നോ വാട്ട് ഇറ്റ് ഇസ്? ഇതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണല്ലേ. ഈ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമിലി. Simile is a figure of speech that compares two different things using the words like or as. Like അല്ലെങ്കിൽ as എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്നു. ഇവിടെ സ്കൂളിലേക്ക് പോകാൻ മടിയുള്ള കുട്ടിയും പതിയെ മൂവ് ചെയ്യുന്ന ഒച്ചും രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യമാണ്, അല്ലേ? പക്ഷെ അതിനെ ലൈക്ക് എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താരതമ്യം ചെയ്യുകയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വൺ തിങ് ഈസ് സിമിലർ ടു അനദർ. ഇത് വെച്ച് നമ്മൾ എന്താണ് ശരിക്കും കാണിക്കുന്നത്? ഒരു കാര്യം മറ്റൊന്നിനോട് ഒരുപോലെയാണ്, സിമിലർ ആണ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഇൻ ദ എക്സ്ട്രാക്ട്. ഈ ഒരു കവിതയിൽ നിന്നും ഇതുപോലെ സിമിലി ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ലൈനുകൾ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ലൈക്കും ആസും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലേ? കമ്പയർ ചെയ്യാൻ അവ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ലൈക്ക് ഫർണസ്, അല്ലേ? ഒരു അടുപ്പിനെ പോലെ നെടുവീർപ്പിടുന്ന അല്ലെങ്കിൽ ഉരുകുന്ന എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഈ നെടുവീർപ്പിടുന്ന ലവറിനെ ഒരു ഉരുകുന്ന അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ഒരു അടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ ലൈക്ക് ഉള്ളത് കൊണ്ട് സിമിലി ആണ് എന്ന് പറയാം.
രണ്ടാമത്തേതോ ബിയർഡ് ലൈക്ക് ദ പാഡ്. സോൾജിയറിന്റെ ആ ഒരു താടി ലെപ്പേർഡിന്റെ മുടിയോട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. രണ്ടും വ്യത്യസ്തമായ കാര്യമാണ് അല്ലേ? സോൾജിയറിന്റെ താടിയും ഒരു ലെപ്പേർഡിന്റെ ഹെയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വളരെ ഡിഫറെന്റ് ആയ രണ്ട് കാര്യമാണ്. പക്ഷെ അത് രണ്ടും കൂടി താരതമ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈക്ക് എന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് സിമിലിയായി മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് ബിയിലേക്ക് കിടക്കാം. കൺസിഡർ ദ ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ എക്സ്ട്രാക്ട്. വാട്ട് ആർ ദ 2 തിങ്സ് കമ്പയർഡ് ഹിയർ? ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ 2 ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് താരതമ്യം ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ഒന്ന്, ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ് അല്ലെ, ലോകത്തെ ഒരു സ്റ്റേജായി ഉപമിക്കുന്നു. രണ്ടാമത്തേതോ മെൻ ആൻഡ് വിമൻ ആർ കമ്പയർഡ് ടു ആക്ടേഴ്സ് അല്ലെ, സ്ത്രീനെയും പുരുഷനെയും സ്റ്റേജിൽ നാടകം ചെയ്യുന്ന പെർഫോമേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആയിട്ട് ആക്ടേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യും. ഹിയർ ദ റൈറ്റർ യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് മെറ്റഫർ. ഇവിടെയും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ് അല്ലെ, ലോകവും സ്റ്റേജും വ്യത്യസ്തമായ ഡിഫറെന്റ് ആയ 2 തിങ്സ് ആണ്. അതിനെയും താരതമ്യം ചെയ്യുകയാണ് ഇവിടെ. പക്ഷെ ഇവിടെ ലൈക്കോ ആസോ ഇല്ല അല്ലെ. ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? ഇല്ല. എന്താണ് അവർ പറയുന്നത്? ലോകം എന്നത് ഒരു സ്റ്റേജ് ആകുന്നു അല്ലെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിയത്തില്ല, കാരണം വളരെ ഡയറക്റ്റ് ആയിട്ടല്ല പറയുന്നത്. പക്ഷെ സെയിം ടൈം ലൈക്കും ആസും ഇല്ലാതെ തന്നെ കമ്പയർ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെറ്റഫർ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ദാറ്റ് വി ആർ പെർഫോമേഴ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. ലോകം എന്നത് ഒരു സ്റ്റേജ് ആകുന്നു. സിമിലിയിൽ എന്താ നമ്മൾ പറയുന്നത്? ലോകം എന്നത് ഒരു സ്റ്റേജ് പോലെയാണ്. അവിടെ വളരെ വ്യക്തമായി ഡയറക്റ്റ് ആയി പറയുന്നു സിമിലിയിൽ. എന്നാൽ മെറ്റഫറിൽ ലോകം ഒരു സ്റ്റേജ് ആണ് എന്ന് പറയുകയാണ്. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് മെറ്റഫർ ഇൻ ദ എക്സ്ട്രാക്ട്. ഇത് മാത്രമല്ല കേട്ടോ ഈ ഒരു എക്സ്ട്രാക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് മെറ്റഫർ ഉള്ളത്. മറ്റു മെറ്റഫർ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ചേ. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ. ഇവിടെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ലൈഫ് ആകുന്ന അല്ലെ, നമ്മുടെ ജീവിതത്തിലെ ഓൾഡ് ഏജിനെയാണ് ഒരു നാടകത്തിലെ ലാസ്റ്റ് സീനായിട്ട് കമ്പയർ ചെയ്യുന്നത്. വളരെ ഡിഫറെൻ്റ് ആയ 2 കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ആസോ ലൈക്കോ ഒന്നും ഉപയോഗിക്കാതെയാണ് കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ അതൊരു മെറ്റഫറാണ്. അതുകൂടാതെ ഒന്നാണ് ബബിൾ റെപ്യൂട്ടേഷൻ. അപ്പോൾ ഇവിടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ ഒരു കുമളയായിട്ട് ഒരു ബബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ റെപ്യൂട്ടേഷൻ ഈസ് ലൈക്ക് എ ബബിൾ എന്ന് പറയുന്നുണ്ടോ? പ്രശസ്തി എന്ന് പറയുന്നത് ഒരു കുമള പോലെയാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ. ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അത് എക്സാമ്പിൾ ഫോർ മെറ്റഫർ ആണ്. Metaphor is a poetic device that states implicit comparisons without the use of like or as. അപ്പോൾ മെറ്റഫർ എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. അത് കമ്പയർ ചെയ്യുന്നു. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയി നേരിട്ട് പറയുന്നില്ല അല്ലെ. നമ്മളിപ്പോൾ എക്സാമ്പിളുകളിലൂടെ കണ്ടതുപോലെ തന്നെ നേരിട്ട് പറയുന്നില്ല. It asserts that 2 things are identical rather than just similar അല്ലെ. അവർ ഉറപ്പിച്ചു പറയുകയാണ് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന്. രണ്ടും തമ്മിൽ സാമ്യമുണ്ടെന്നാണ് നമ്മൾ സിമിലി പറയുന്നത് അല്ലേ. റെപ്യൂട്ടേഷൻ ഈസ് ലൈക്ക് എ ബബിൾ. പ്രശസ്തി എന്ന് പറയുന്ന ഒരു കുമള പോലെയാണ്. അപ്പോൾ അതിൽ തമ്മിൽ സാമ്യമുണ്ടെന്നാണ് സിമിലിയിൽ പറയുന്നത്. എന്നാൽ മെറ്റഫർ എന്താ പറയുന്നത്? റെപ്യൂട്ടേഷൻ കുമളയാണ്, പ്രശസ്തി കുമളയാണെന്ന് പറയുമ്പോൾ താരതമ്യം എന്നതിലേക്ക് അപ്പുറം രണ്ടും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുകയാണ് ആര് ചെയ്യുന്നത്? മെറ്റഫർ. ഓക്കെ, അങ്ങനെ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷനുമായിട്ട് കാണാം. താങ്ക്